മേക്കിംഗ് വോയിസ് സെന്ററിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പൊ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാനാണ് നമ്മൾ പോകണം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. കുറച്ച് സ്കെച്ചസ് വേണം പല കളറില്ല, പിന്നെ വൈറ്റ്നർ വേണം, പശ വേണം, പെൻസിൽ വേണം, കത്രിക വേണം, കട്ടിയുള്ള റെഡ് കളർ പേപ്പർ വേണം, പിന്നെ ഗിൽറ്റർ പേപ്പർ. എനിക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ ഞാൻ രണ്ടെണ്ണം എടുത്തേക്കണം, റെഡും ഗ്രീനും. പിന്നെ കട്ടില്ലാത്ത റെഡ് പേപ്പറും ഒരു ഗ്രീൻ പേപ്പറും വേണം. ഇത്രയും സാധനങ്ങളും കൊണ്ട് നമുക്കൊരു സിമ്പിള് ആയിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു കാർഡ് ഉണ്ടാക്കലേക്ക് പോയാലോ. ആദ്യം തന്നെ വൈറ്റ് പേപ്പർ എടുക്കാം, അത് രണ്ടായിട്ട് മടക്കാം. നമ്മളിങ്ങനെ സ്ക്വയർ 3 വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം, ഈ 2 ഭാഗം ഒരുമിച്ച് കട്ട് ചെയ്യണം. നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മടക്കിയത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് തള്ളി ഇത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുക. അത് ശ്രദ്ധിക്കും. ഇങ്ങനെ കട്ട് ചെയ്തത് ഈ വരയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പേപ്പറിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉള്ളിലോട്ട് മറ്റേത് മടക്കിയ പോലെ തന്നെ മടക്കാം. നമ്മളത് മടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയതും കട്ട് ചെയ്യാം. അതും ഇതേപോലെ മടക്കിയെടുക്കാം. നമ്മളങ്ങനെ ഫുള്ള് വെട്ടിയെടുക്കുമ്പോൾ അതിങ്ങനെ തട്ട് പോലെ ആവും. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് തുറക്കുമ്പോൾ സ്റ്റെപ്പ് പോലെ വരും. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പണിയിലേക്ക് പോവാം. കട്ടിയുള്ള റെഡ് പേപ്പർ എടുക്കാം. അത് നമ്മള് ഇതേപോലെ ഇങ്ങനെ മടക്കിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിയില്ലാത്ത പേപ്പർ എടുക്കണം. ഇത് നമുക്ക് ഇതില് കുറച്ച് ഹാർട്ട് വരച്ചെടുക്കാം. ആദ്യം നമുക്ക് 5 കട്ട് ചെയ്ത് ഇത്രയും വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്യാം. നമ്മളിപ്പോ ഹാർട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ 2 കോളങ്ങളിലായിട്ട് മേരി ക്രിസ്മസ് എന്ന് എഴുതാം. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെച്ച് വെച്ച് എഴുതാം കേട്ടോ. റെഡ് മാത്രം യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ എല്ലാം റെഡായി. മേരിന്ന് എഴുതിയിട്ടുണ്ട്, ക്രിസ്മസും ഇതേ കളർ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം കാണാൻ ലുക്ക് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. എങ്ങനെയുണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യണം ഗൈസ്. നമുക്ക് ഹാർട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മള് ഗ്രീൻ പേപ്പർ എടുക്കുക. ഇതില് ഇത്രയായിട്ടൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ഉടക്കാം.
പച്ചക്കറി നമ്മൾ ഇത്രയുള്ള ട്രീ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ചാർട്ട് പേപ്പറിന്റെ ഇത്രയുള്ള കഷ്ണം കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കാം. അതിന്റെ ഇവിടെ ഒരു ട്രീ വരച്ചെടുക്കാം. ഞാനിനി അത് കട്ട് ചെയ്യണം. നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ 3 പീസ് കിട്ടി നമുക്ക്. പിന്നെ നമുക്ക് ഒരു പേപ്പറിൽ സാധനം വരച്ചെടുക്കാം. നമ്മളങ്ങനെ സാധനം വരച്ച് തീർന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനം വരക്കണം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ ഒരു സാധനം വരച്ചെടുത്ത് അത് കട്ട് ചെയ്യുമ്പോ കളർ അടിച്ചിട്ട് കട്ട് ചെയ്യാൻ നമ്മള് ഗിൽറ്റർ പേപ്പർ തൊപ്പിയായിട്ട് ഇവിടെ വെച്ചു. നമ്മള് സാധനം റെഡി ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ പേപ്പർ എടുക്കാം. പിന്നെ ഒരു കളർ പേപ്പറിൽ റെഡ് ഇത്തിരി കട്ടിയോടെ എടുക്കാം. അതിങ്ങനെ മടക്കാം. നമുക്ക് ഈ ഭാഗം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് ഇതിങ്ങനെ ഉടക്കാം. ഏകദേശം ട്രയാങ്കിളായി. ഇനി ഇതില് നമുക്ക് ട്രീ വരച്ചു കൊടുക്കാം. പച്ചക്കറി നമ്മൾ ഇത്രയുള്ള ട്രീ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റെഡ് പേപ്പറും കട്ടിയില്ലാത്ത വൈറ്റ് ബോണ്ട് പേപ്പറും വേണം. അങ്ങനെ ടോട്ടൽ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചു കൊടുക്കണം. അടുത്തൊരു പേപ്പർ ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ 2 എണ്ണം മടക്കി എടുക്കണം. നമ്മളിപ്പോ ബോണ്ട് പേപ്പർ വെച്ചാണ് ചെയ്തേക്കണം. അപ്പൊ ഇതിന്റെ അളവിൽ ഇത് കറക്റ്റ് കട്ട് ചെയ്ത് ഭയങ്കര ലുക്ക് വന്നിരുന്നു. നമ്മളൊരു വെള്ള ബോണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതില് വലിയൊരു ഹാർട്ട് വെച്ചിട്ടാണ് ഇതിനകത്ത് വെക്കാൻ പറ്റും. നമ്മൾ 2 ഹാർട്ട് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വെച്ച് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം. നമ്മള് മേരി ക്രിസ്മസ് എഴുതാനാണ്. ബ്ലൂ വെച്ചാണ് എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ച് എഴുതാം. അപ്പൊ നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട് വശ കളർ നല്ല ഭംഗി